ഇനിയോ അവളാക്കിയാവും. അപ്പോ അവളെ രക്ഷിക്കേണ്ടവളാണ്, അവളുടെ പ്രാണ പ്രിയമാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആശുപത്രിയെ തരുന്നില്ല, ആശുപത്രിയാണെന്ന് പോകണ്ട, അതിന് തരാമില്ല. ഉടനെ അതിനെ ആശുപത്രിക്കുന്ന ആരെങ്കിലും പറഞ്ഞു, ഞാൻ കൂടെ നമുക്ക് പറയുന്നുണ്ടായില്ല, ഞാൻ എന്താണ് നിൽക്കണമെന്ന് ചോദിക്കാനുണ്ടായത്, ഒരു ഭാവമില്ലാണ്ട് അങ്ങനെ വലിയ ഞാൻ ഇഷ്ടമില്ല എന്താ പൈസ ഉടനെ എന്റെ വഴി തടയും, ഓടയുടെ വഴി തടയേ, അങ്ങയുടെ വഴി തടയാൻ പോകട്ടോ. വഴി തടയലുകാരുണ്ട്, കുറെ കാലം ഉണ്ടാവില്ല. ഇപ്പൊ ആദ്യം തുടങ്ങിയിട്ടുള്ള വഴി തടയില് ഇനി അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതൊന്നും വഴി തടയില്ല. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അങ്ങ് ആരാ നിസാരണല്ല. അങ്ങയുടെ വഴി തടഞ്ഞാൽ ലോകത്തെ ജയിച്ചു പോകാൻ അങ്ങനെയുള്ള വിജയന്റെ വഴി തുറന്നു കഴിഞ്ഞാൽ നല്ല സംശയമില്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ പറയുകയും ചെയ്യും, എന്റെ വഴി തുറന്നു. അങ്ങനെയുള്ള അങ്ങയുടെ മാർഗം തടയാൻ ആര് ശക്തി കൊടുക്കുന്നതിനെ ആരാ ശക്തിമത്തായിട്ട് തോന്നുന്നത്? ദ്രൗപതിയുടെ സാന്നിധ്യമാണ് തടസ്സമായിട്ട് തോന്നുന്നത്. ആ സുഭദ്രയെ ആശ്വസിപ്പിക്കാൻ സാധിക്കാത്തത് ആ ദ്രൗപതിയുടെ സാന്നിധ്യമാണ് അവിടെ എടുത്തത്. വെള്ളമൊക്കെ എടുത്ത് പോയി അവിടെ നേരത്തെ ഉള്ളതുണ്ടോ, ഇപ്പൊ ഉണ്ടായിട്ടുള്ളതിന്റെ എടുക്കുന്ന ആശ്വസിക്കണം. ഈ ആലോചിക്കുന്നതാണ് നിവൃത്തിയില്ലാണ്ട് നിൽക്കണതാ. ഈ ആശ്വസിപ്പിക്കാൻ പാടില്ലാതെ എത്ര ആളുകളുണ്ടാവുന്ന രണ്ടെണ്ണം ഒന്നും കൂടി സാന്നിധ്യമായില്ലേ. ഇപ്പൊ തത്വബോധി ആ പാഞ്ചാലിയുടെ സാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ മാർഗം നടത്തിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും വഴി തടയാൻ പുറപ്പെട്ടിട്ടുണ്ടോ. ഈ അതിന്റെ ഉള്ളിലൂടെ നോക്കുന്നുണ്ട്, ആരാ തടയുന്നത് നമുക്ക് നല്ലോണം നിരീക്ഷിക്കുന്നുണ്ട്. ആര് തടഞ്ഞാലും അത് കണ്ടെത്തും ചെയ്യും. അതിന്റെ ഭാഗത്തുള്ള സൂക്ഷ്മദർശിനിയെ കണക്കാക്കിയിട്ട് ഞാൻ എല്ലാവരും പുറപ്പെടുന്നത് ഈ നന്നായിട്ട്. അപ്പൊ പിന്നെ അങ്ങനെ ആ ആചാര്യ ഇവിടെ നിൽക്കുമ്പോ ഇവിടെ ആശ്വസിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ കാറ്റായി. കാരണം എന്താ, അനവധി കാലം അവിടുന്ന് പോകുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ തത്വബോധി സുഭദ്രയെ ആശ്വസിപ്പിക്കാൻ എന്തായാലും പറ്റില്ല. ആരാക്കണ്ട വളരെ സാരമില്ല. എന്തായാലും ആ പാഞ്ചാലി ഒരു കാലം മുമ്പ് ഉറപ്പുള്ളതാണല്ലോ. ആ പാഞ്ചാലിയുടെ വിഷയത്തിൽ എന്താ വൈഷമ്യം? ആ പാഞ്ചാലി അടുത്തേക്ക് നിന്ന് എന്തെങ്കിലും ഉള്ളത് സൂചിക്കുന്ന രീതിയിൽ പറയേ ഒരു ഭാവത്തോടെ എന്താ പറയുന്നത്? എന്റെ വക്ഷസുകൊണ്ട് മണ്ഡലീകരിക്കാൻ ആ തത്വബോധി ദ്രൗപതിയുടെ ആ കുലകലശങ്ങൾ, ആ സ്ഥലങ്ങളെ ആ മാർഗം കൊണ്ട് ആലിംഗനം ചെയ്ത് അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനായിട്ടും ഞാൻ ശക്തനായിട്ട് നോക്കുന്നില്ല. ഫലത്തിലെ രണ്ടും ഒരുപോലെ അടുത്തുണ്ടായത് അതിനെ ആശ്വസിപ്പിക്കാതെ ഇരിക്കുമ്പോ ആദ്യത്തോടെ അവിടെയുണ്ട്. എന്നാ ആദ്യത്തോടെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഇരിച്ചാൽ അവിടെ മറ്റുള്ളത് ഈ ഓരോ
ഒന്നും തരാനില്ല. ഒന്നല്ലേ ഒരധികം ഒരെണ്ണം കൂടി ബാധിച്ചിട്ടുണ്ട്. ഒന്നായ തന്നെ വൃത്തിയാക്കാൻ എളുപ്പമല്ല. വീരശികാട്ടി നടക്കുന്ന ആളുകളൊക്കെ കെട്ടുകാഴ്ചയായിട്ടുണ്ട് നടക്കുന്നവരുണ്ട്. പിന്നില് അങ്ങനെ കൂട്ടത്തിൽ ഒരു ഉണ്ടാവും. അങ്ങനെ എത്ര ഉള്ള പഠിക്കേണ്ടതില്ല. ശേഷമുള്ളവരെയുള്ള ശബ്ദീകരണം അപ്പൊ തോന്നാറുണ്ട് ഒന്നുമില്ല. ഇത് യാതൊന്നും കഴിക്കാന്നുള്ളത് ആയിട്ട് കുറെ കാലമായി വിവാഹം കഴിഞ്ഞിട്ട് ഈ സന്ദർഭത്തിന്റെ ഇപ്പോ വരാവാനൊന്നുമില്ല. താൻ നിരീക്ഷണ പോലെ ധാരാളം തരാക്കിട്ടാണെന്നുള്ളത് തോന്നി. അവിടുന്ന് മാത്രമല്ല പരന്തിട്ടാക്കിയിട്ടുണ്ട്. അല്ലെ ആളുകളുമായിട്ട് അതൊന്നും വിസ്തരിക്കേണ്ട സമയത്ത് ഇല്ല. കാരണം ഇപ്പൊ തന്നെ വൈകി തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ സന്ദർഭത്തിന് എനിക്ക് സാധിക്കണില്ല. വേറൊന്നല്ല, ഈ ആലിംഗനം ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ സാധനങ്ങൾ വേണം. അതിന് ഉപയോഗങ്ങളൊക്കെ ഉണ്ടാവണം. പേരിനെ വരണം അങ്ങനെ ഉണ്ടായിട്ടല്ല. ആലിംഗനം ചെയ്യണം അറിയത്ത് വല്ലേ മരപ്രകീടത്തിൽ ചെന്ന് തട്ടിയ പോലെ ആയി കഴിഞ്ഞാൽ വലിയ. അപ്പൊ അതിന് പാകത്തിനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ തത്വത്തിന്റെ അവസ്ഥ എന്താ അതിന്റെ അവസ്ഥ പോലെ കൂടിയിട്ടുള്ള പരിഗണനകളാണ്. ആ വിപ്ലവാസമായിട്ട് സങ്കടത്തോട് കൂടിയതായിട്ട് അല്ലാതെ അങ്ങനെ പോരായ്മയോ മറ്റൊന്നുമല്ല. അത് വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് വശായിട്ടുള്ളത്. എന്താ വേർപെട്ട് കഴിയുകയാണ്. അനവധി കാലായി ആ തീർത്ഥസ്ഥാനത്തിന് പുറപ്പെട്ട് അവിടുന്ന് അങ്ങനെ പുറപ്പെട്ട് കഴിയുമ്പോ എന്തായി കുറെ കാലായി തീർത്ഥസ്ഥാനം നിശ്ചയിച്ചിരുന്ന അത് കഴിഞ്ഞ് അനുമതിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ആ വേർപാട് കാരണം എന്തുണ്ട് സങ്കടത്തോട് കൂടിയുമായിട്ടുണ്ടായി തീർന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ തോഴരെ നിങ്ങൾ ഉത്സാഹത്തോടുകൂടി അങ്ങനെയല്ലേ വേണ്ടത്. കൂടുതൽ ഭാവത്തോടു കൂടി അവിടെ ജീവിക്കല്ലേ വേണ്ട, അവിടെ ആനന്ദിപ്പിക്കല്ലേ വേണ്ടത്. തോഴര് അങ്ങനെ സങ്കടപ്പെട്ടിട്ടുള്ള ആലോചനകളാണെങ്കിൽ മാധവി സന്നിധാന അടുത്തന്നെ മാധവി നിൽക്കുന്നു. ആ സുഭദ്ര ആ ദ്രൗപദി ഭഗവതി പാഞ്ചാലി അവിടെ ആരെങ്കിലും ചെയ്ത് സന്തോഷിപ്പിക്കട്ടെ വെച്ചാൽ ഒരു നിർവാഹമില്ല. കാരണം എന്താ വലിയൊരു ആപത്തപ്പെട്ടു പോകുന്നതാ. ആ മരിക്കും പ്രാണൻ നഷ്ടപ്പെടുന്നത് വെക്കുന്നത് അങ്ങനെ രക്ഷപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളതാ. അങ്ങനെ വന്നിട്ടുള്ളതാവുമ്പോഴോ അവരുടെ അടുത്താണ് അവിടെ ചെന്ന് അതെ പരിഭ്രമിക്കുന്നു വേണ്ടാട്ടോ, ഇത്രയല്ലേ പറ്റുള്ളൂ, സമാധാനിക്കുക, ഇനി ഒന്നും ഉണ്ടാവില്ല, വേറൊന്നും പരിഭ്രമിക്കണ്ട, ഞാൻ നോക്കിക്കോളാ, ഞാൻ ഈ ആപത്തൊന്നും ഉണ്ടാവില്ല, ഒട്ടും പരിഭ്രമിക്കണ്ടെന്ന് പറഞ്ഞ് അവരോട് ആശ്വാസവാക്കുകൾ പറയാം. ഇരിച്ചാലോ ഒന്നും നോക്കിയില്ല. അപ്പൊ മറ്റവിടെ എടുത്തു. അവള് അനവധി കാലമായിട്ട് അവിടെ ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തിന് പോകേണ്ട സമയത്ത് ഭഗവതി പാഞ്ചാലി പറയുന്നത് അതെ ഹരിമുഖ, ഞാൻ നിനക്കാണ് അങ്ങേക്ക് ഈ ദുരവസ്ഥ ഉണ്ടായിട്ടുള്ളത്, ഈ ആപത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങയുടെ മനസ്സിൽ എന്നോട് വിരോധമൊന്നും തോന്നരുതേ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ തീർത്ഥസ്ഥാനം കഴിഞ്ഞ് അധികം വൈകാതെ ഇവിടെ വന്നോളാം, എന്റെ സമീപത്ത് എത്തിക്കോളാം എന്ന് പറയലുണ്ടായി. അങ്ങനെ പറഞ്ഞ് പുറപ്പെട്ടു പോയിട്ട് സന്ദർശനകാലം കഴിഞ്ഞു. അത് കണ്ടുപിടിച്ച് പിന്നെയും പറയും